സുജാത സുജാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും മലയാളിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദേവിയുടെ മുഖം കാണാൻ നല്ല ചേല, നല്ല സംഭാഷണം, എന്ത് അഭിനയാന്നറിയാം. അമ്മയായി അഭിനയിച്ചാലും ഇനിയിപ്പോൾ ഒരു കാമുകിയായി അഭിനയിച്ചാലും ഭാര്യയായി അഭിനയിച്ചാലും ഒരു ഭയങ്കര ഒരു ചന്തമുള്ള ഒരു നടിയാണ്. അപ്പോൾ സുജാതേനെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നരകം തുല്യമായിട്ട് ജീവിച്ച് മരിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ സുജാതയുടെ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. ശേഖർ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. പക്ഷെ ആ വിവാഹത്തിന് വീട്ടുകാർ ഭയങ്കര എതിർപ്പാണ്. ആ എതിർപ്പ് മറികടന്നുകൊണ്ട് വീട്ടുകാരെ എല്ലാവരെയും തള്ളി പറഞ്ഞുകൊണ്ട് വീട്ടുകാരായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ ശേഖർ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ കല്യാണം കഴിച്ചത്. പക്ഷെ അദ്ദേഹം ഒരു ക്രൂരനായിരുന്നു. ക്രൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ മൃഗം. ഈ സുജാതനെ ഏത് നേരം ഉപദ്രവിക്കും. അതുപോലെ സുജാത ഉണ്ടാക്കിയുള്ള ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അഭിനയിച്ച് കിട്ടിയ സമ്പാദ്യം മുഴുവൻ ഈ ക്രൂരനായ ശേഖർ എന്ന് പറഞ്ഞ ഭർത്താവ് എല്ലാം നശിപ്പിച്ചു. 2 കുട്ടികളുണ്ടായി. പിന്നെ അതല്ല, അതൊക്കെ സഹിക്കാം. ഏറ്റവും വലിയ ക്രൂരമായുള്ള പീഡനമാണ്. ശരിക്കും ബെൽറ്റ് കൊണ്ടാണ് അടിക്കുക. ഒരു ദിവസം ഇതുപോലെ തന്നെ കുട്ടിപ്പൽപ്പിനി നമ്മുടെ സുജാതയുടെ സിനിമയിൽ നിന്ന് കുറച്ച് നാൾ ഇടവേള എടുത്തു. ആ സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട് ഒരു വലിയൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ നിന്ന് താമസിക്കുന്നത്. സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നതാണ്. അതുമൊക്കെ നഷ്ടപ്പെട്ട് ഒരു വീട്ടിലൊരു ചെറിയ ബിസിനസ് നടത്തിയിട്ടാണ് സുജാത അന്ന് ജീവിക്കുന്നത്. അപ്പോൾ സുജാതനെ കാണാനായിട്ട് കുട്ടിപ്പൽപ്പിനി ചെല്ലുക. കുട്ടിപ്പൽപ്പിനി ചെല്ലുമ്പോൾ എന്താണ്, ഭർത്താവ് ബെൽറ്റ് കൊണ്ടിട്ട് അടിക്കുക, പട്ടീനെ അടിക്കണ പോലെ. ഇത് കണ്ടപ്പോൾ കുട്ടിപ്പൽപ്പിനിക്ക് ഭയങ്കര സങ്കടമായി. ചോദിച്ചു, നിനക്ക് ഈ ബന്ധം ഉപേക്ഷിച്ച് വന്നൂടെ, സിനിമയിലേക്ക് തിരിച്ച് വന്നൂടെ, 2 കുട്ടികളുണ്ടായെന്ന് മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്, ഞാൻ ഇദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാണ്, ഞാൻ ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഭർത്താവ് എന്നെ ഉപദ്രവിച്ചു എന്ന് വെച്ചിട്ട് അപ്പം തന്നെ ഒഴിവാക്കാനോ വേണ്ടാന്ന് വയ്ക്കാനോ തിരിച്ച് ഇനി സിനിമയിലേക്ക് വരാനോ എനിക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സുജാതയുടെ മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ സുജാതേനെ ഈ ഭർത്താവ് ഇതുപോലെ ഉപദ്രവിച്ചിട്ടും ഇതുപോലെ കഷ്ടപ്പെടുത്തിയിട്ടും സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ടും സുജാത ആ ഭർത്താവിനെ ഉപേക്ഷിച്ചില്ല എന്നുള്ളതാണ്. ആദ്യ ചിത്രം മലയാളത്തിലാണ്. അമ്മു എന്ന് പറഞ്ഞുള്ള ഒരു മലയാള ചിത്രത്തിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. പിന്നെ അവളൊരു തുടർക്കഥ എന്നുള്ള കമലഹാസൻ്റെ കൂടെ അഭിനയിച്ചു. ആ പടം സൂപ്പർ ഹിറ്റാണ്. പിന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി 150ഓളം സിനിമകളിൽ അഭിനയിച്ചു. 1978 നമ്പർ 1 നായികയാണ് നമ്മുടെ സുജാത. പക്ഷെ എന്ത് ചെയ്യാം, സ്വകാര്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നരക തുല്യമായിട്ട് ജീവിച്ച് അതുപോലെ തന്നെ 58-ാം വയസ്സിൽ മരിക്കേണ്ടി വന്ന ഒരു പാവം നടിയാണ് നമ്മുടെ സുജാത. സുജാതയുടെ അഭിനയമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു നാച്ചുറൽ അഭിനയം, ഒരു കൃത്രിമ അഭിനയമോ അല്ലെങ്കിൽ ഒരു ഏച്ചി കെട്ടിയിലെ അഭിനയമോ ഒന്നുമല്ല. ആ കഥാപാത്രമായിട്ട് ജീവിക്കാമെന്ന് പറയില്ലേ, അതാണ് സുജാത സിനിമയിൽ ചെയ്തിരുന്നത്. പക്ഷേ നമുക്കിത് ഒറ്റ കാര്യം പറയാനുള്ളൂ, നടികൾ കല്യാണം കഴിക്കുമ്പോൾ പ്രേമിച്ച് കല്യാണം കഴിച്ചാലും ഇനി പിന്നെ അറേഞ്ച് ചെയ്ത് മാരേജ് ആയാലും നിങ്ങൾ വളരെ 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 സൂക്ഷിച്ച് കല്യാണം കഴിക്കുക. ശ്രീവിദ്യയുടെ പോലെ സമ്പാദ്യം മുഴുവൻ തട്ടിയെടുത്ത് ശ്രീവിദ്യനെ എന്താക്കിയെന്ന് എല്ലാവർക്കും അറിയാലോ. അതേപോലെ ഉള്ളൊരു അനുഭവം തന്നെയാണ് സുജാതയ്ക്ക് ഉണ്ടായത്. പക്ഷേ സുജാത എന്തുണ്ടായാലും എത്ര കഷ്ടപ്പെട്ടാലും എത്ര ബുദ്ധിമുട്ടിയാലും 2 കുട്ടികൾക്ക് വേണ്ടി മരിക്കുന്നവരെ ആ ഒരു പുരുഷനെ പിരിയാണ്ട് ഒരുമിച്ച് ജീവിച്ചു. അത് വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയുടെ നിർത്താം.